സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ദാറ്റ് ഈസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, അതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇന്നെടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സം റൂള്, കോൺസ്റ്റന്റ് റൂള്, അതുപോലെ തന്നെ ആ റൂളിലെ ലാസ്റ്റ് 3 റൂള് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ലാസ്റ്റ് ചെയിൻ റൂള്, ചെയിൻ റൂൾ ഇവിടെ എഴുതാം. ഒരു പക്ഷെ ചോദിക്കാം ഡിഫൈൻ ചെയിൻ റൂള്, അല്ലെങ്കിൽ ഇത് വെച്ചുള്ള പ്രോബ്ലംസും സാധാരണ ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ചെയിൻ റൂൾ എഴുതാം. ഇഫ് R is a differentiable function of S and S is a differentiable function of T, then dr divided by dt this equal to dr divided by ds dot ds divided by dt. Okay, എന്താ പറയാം, ഒന്നുകൂടി പറയാം. That is, if R is a differentiable function of S, R എന്താണ്, S ലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. That is, R is a some function of S. R is a some function of S. ഇതിലെ S എന്താണ്, T ലുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പൊ S നെ നമുക്ക് എന്ത് എഴുതാം, S is equal to another, that is g of t എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയിൻ റൂൾ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചെയിൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ R, അതിന്റെ ആ R എന്നുള്ളത് S ലുള്ള ഫംഗ്ഷൻ ആണ്. ആ S എന്നുള്ളത് എഗൈൻ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്താണ്, ഇൻ ടേംസ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആറിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യാം. അതാണ് dr divided by dt. എങ്ങനെ ചെയ്യും, ദാറ്റ് ഈസ് ആറിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റ് ചെയ്യാം, ഇൻറ്റു എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് dr divided by ds ഇൻറ്റു ds divided by dt. ഇവിടെ R is a differentiable function of S and S is a differentiable function of T, then dr divided by dt equal to, നിങ്ങൾക്ക് അറിയുന്ന റൂൾ തന്നെ ആയിരിക്കും, that is dr divided by ds into ds divided by dt. ഇനി ഇവിടെ R എന്താണ്, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. R is a vector valued function. നമ്മൾ തൊട്ടുമുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു R of t അല്ലെങ്കിൽ R of t equal to some x of t I plus y of t j plus z of t k. അപ്പൊ ഇത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇവിടെ R എന്താണ്, S ലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് R of S is equal to some function of S ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്, X ഇവിടെ some function of S ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് പ്രൂഫിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി എഴുതാണ്. R S ലുള്ള ഫംഗ്ഷൻ, R is a function of S and S is a function of T, then dr by dt calculate ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, dr divided by ds into ds divided by dt ചെയ്താൽ മതി. That is dr divided by dt, this equal to dr divided by ds into ds divided by dt. എങ്ങനെ പ്രൂവ് ചെയ്യാം, നമുക്ക് R തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ്, R is a differentiable function, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. Therefore R നെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, that is R of S, this equal to some function of S I plus another function of G S, that is G S J plus H of S K. തൊട്ടുമുന്നേ നമ്മൾ X of t, Y of t, Z of t, അതിന് പകരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ നൊട്ടേഷൻ തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. some function of S I plus another function of G of S J plus another function of H of K. ഇവിടെ എഫും ജിയും എച്ച് എന്താണ്, വേർ എഫ് ആൻഡ് ജി ആൻഡ് എച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ് അല്ലെ, തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, സം ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. ഇത് വേറെ ഫംഗ്ഷൻ ഓഫ് എസ് ആണ്, വേറെ ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. ആ ഫംഗ്ഷൻ എന്താണ്, ടിയിലുള്ള ഫംഗ്ഷനാണ്. therefore നമുക്ക് വേണമെങ്കിൽ പറയാം, that is where f, g and h is are the differentiable function of t എന്ന് എഴുതാം. കാരണം തന്നിട്ടുണ്ട് R is a function of S, S എന്താണ്, function of t, that is ഇതെല്ലാം S ന്റെ ഫംഗ്ഷൻ ആണ്. ആ S എന്താണ്, some function of t ആണ്. therefore നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം, df, that is f എന്താണ്, ഇവിടെ നമ്മൾ 3 ഫംഗ്ഷൻ എഴുതി. ഈ S പറഞ്ഞു കഴിഞ്ഞാൽ ഈ f ഉണ്ട്, g ഉണ്ട്, h ഉണ്ട്. ഈ f പറഞ്ഞ എന്താണ്, some function of t ആണ് അല്ലെ. that is ഇതും some function of t ആണ്, ഇതും some function of t ആണ് അല്ലെ. that is നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. that is f of s, ഈ s എന്നുള്ളത് some function of t. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മനസ്സിലാൻ വേണ്ടി കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a square I plus 3sj plus e raised to sk, ഇങ്ങനെ എഴുതാം. that is ഇവിടെ f എന്താണ്, that is f equal to a square, j equal to 3s and h is equal to e raised to s. അതേപോലെ ഞാൻ ഇവിടെ എഴുതിയുള്ളത്. അപ്പൊ f എന്താണ്, some function of s.
എസ് എന്താണ് സം ഫംഗ്ഷൻ ഓഫ് ടി. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ്, എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. കാരണം ഇത് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇവിടെ തൊട്ട് മുന്നത്തെ ഇവിടെ ഐ ജെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഓരോന്ന് എടുക്കുമ്പോൾ എന്താണ് എഫ് ഫംഗ്ഷൻ ഓഫ് എസ്, എസ് ഫംഗ്ഷൻ ഓഫ് ടി. ഇനി അതേപോലെ ജിയോ, ജിയും ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ജി അല്ലെ. ജി എന്താണ് ഫംഗ്ഷൻ ഓഫ് എസ്, ആ എസ് എന്താണ് ഫംഗ്ഷൻ ഓഫ് ടി തന്നിട്ടുണ്ട്. ഇനി അതേപോലെ എച്ച്, എച്ച് എന്താണ് ഫംഗ്ഷൻ ഓഫ് എസ്, അതുപോലെ തന്നെ എസ് എന്താണ് ഫംഗ്ഷൻ ഓഫ് ടി. therefore നമുക്ക് ഈ എഫിനെയും വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം, ജിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം, എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം. ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒന്നുമല്ല, അതുകൊണ്ട് നമുക്ക് നോർമൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ചെയിൻ റൂൾ ഉപയോഗിക്കാം. നോർമൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ് അല്ലെ. ഡി ടി ആണെങ്കിൽ ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ്, ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. ഓക്കെ, അടുത്തത് എഫ് ജിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണമെങ്കിലോ ദാറ്റ് ഈസ് ഡി ജി ഡിവൈഡ് ബൈ ഡി ടി, നെക്സ്റ്റ് സോറി ഡി ജി ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡി ജി ഡിവൈഡ് ബൈ ഡി എസ്, നെക്സ്റ്റ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. അതേപോലെ എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണമെങ്കിലോ ദാറ്റ് ഈസ് എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഡി ജി ഡിവൈഡ് ബൈ ഡി ടി, സോറി ഡി എച്ച് ഡിവൈഡ് ബൈ ഡി ടി, ദിസ് ഈക്വൽ ടു ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ്, നെക്സ്റ്റ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി അല്ലേ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, therefore നമുക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, therefore നമുക്ക് എന്ത് ചെയ്യാം? ഡി ആർ ബൈ ഡി ടി ചെയ്യാം. കാരണം ഡി ആർ ബൈ ഡി ടി പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഇവിടെയുള്ള ഓരോ ഫംഗ്ഷനെയും വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യാം അല്ലെ. സാധാരണ അങ്ങനെ നമ്മൾ പഠിച്ചുള്ളത്. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ ആർ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം, ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം. therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി ഐ, നെക്സ്റ്റ് ഡി ജി ഡിവൈഡ് ബൈ ഡി ടി ജെ പ്ലസ് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി ടി കെ. ഇതിലെ ഓരോന്നും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഡി എഫ് ഡിവൈഡ് ബൈ ഡി ടി? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ് ഡോട്ട് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി അല്ലെ. ദാറ്റ് ഈസ് ഇൻറ്റു ഐ പ്ലസ് അടുത്തത് ഡി ജി ഡിവൈഡ് ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡി ജി ഡിവൈഡ് ബൈ ഡി എസ് ഡോട്ട് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി ഇൻറ്റു ജെ, അടുത്ത് പ്ലസ് നെക്സ്റ്റ് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ് ഇൻറ്റു നെക്സ്റ്റ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. ഇതിലെ ഒരു ടേം കോമൺ ആണ്. ഏത് ടേമാ? ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി കോമൺ ആണ് അല്ലെ. therefore അത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ് ഐ, നെക്സ്റ്റ് പ്ലസ് ഡി ജി ഡിവൈഡ് ബൈ ഡി എസ് ജെ, അടുത്ത് ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ് കെ ഇൻറ്റു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി അല്ലേ. ഇതെന്താണ്? ഇത് പറഞ്ഞാൽ എന്താ? ആറിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് ചെയ്തതാണ് ഇവിടെ എഴുതിയുള്ളത്. ആറിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് ചെയ്താൽ നമ്മൾ എങ്ങനെ എഴുതാ? എഫിനെ ഡി എഫ് ഡിവൈഡ് ബൈ ഡി എസ് ഐ, ഡി ജി ഡിവൈഡ് ബൈ ഡി എസ് ജെ, ഡി എച്ച് ഡിവൈഡ് ബൈ ഡി എസ് കെ. therefore ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള ഈ സംഭവം എന്താണ്? ദാറ്റ് ഈസ് ഇത് ഡി ആർ ഡിവൈഡ് ബൈ ഡി എസ് ആ, പിന്നെന്തുള്ളത്? ഡോട്ട് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. അതാണ് എന്ത്? ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി. ഓക്കെ, കംപ്ലീറ്റ് പ്രൂഫ് ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഇഫ് ആർ ഓഫ് എസ് ഈക്വൽ ടു കോസ് 2si പ്ലസ് സൈൻ 2sj പ്ലസ് e raised to minus 3sk where s equal to t raised to 4. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ആറിനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം. പക്ഷെ ആർ എന്താണ്? ഇൻ ടേംസ് ഓഫ് എസ് ആണ്. therefore ആർ എന്ന ഫംഗ്ഷനിൽ വാരിയബിൾ ഏതാണ്? എസ് ആണ്. പക്ഷെ എസ് എന്ന ഫംഗ്ഷനിൽ വാരിയബിൾ എന്താണ്? ദാറ്റ് ഈസ് ടി ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? ഡി ആർ ഡിവൈഡ് ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ ആറിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡെറിവേറ്റീവ് ചെയ്യാം, ഇൻറ്റു എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യാം ബൈ യൂസിങ് ചെയിൻ റൂൾ. അപ്പൊ ഇവിടെ ചെയിൻ റൂൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിലാണ് കണ്ടെത്തേണ്ടത്. കാരണം ആർ ഡിവൈഡ് ബൈ ഡി ടി ആണ്. ആർ എന്നുള്ളതിൽ ടി കാണാൻ പറ്റുന്നില്ല, ഫംഗ്ഷൻ ഓഫ് എസ് ആ. പക്ഷെ എസിൽ ടിയുടെ ടേം ഉണ്ട്. therefore ഫസ്റ്റ് നിങ്ങൾ ഡെഫിനിഷൻ എഴുതി വെക്കുക.
that is dr divided by ds into ds divided by dt. ds divided by dt കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ? s നെ വിത്ത് റെസ്പെക്ട് ടു t ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ds divided by dt ദാറ്റ്സ് ഈക്വൽ ടു 4t ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇത് കണ്ടുപിടിക്കണം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു s കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് dr divided by ds എന്ത് വരും? ദാറ്റ് ഈസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു s ചെയ്യുക, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു s ചെയ്യുക, ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു s ചെയ്യുക. ദാറ്റ് ഈസ് cos 2s ന്റെ ഡെറിവേറ്റീവ്. എന്താണ് cos 2s ന്റെ ഡെറിവേറ്റീവ്? മൈനസ് sin 2s എന്ന് വരും. 2s ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 വരും. That is minus 2 sin 2s I plus sin 2s ന്റെ എന്ത് വരും? sin 2s ന്റെ cos 2s ന്റെ into 2 എന്ന് വരും അല്ലെ? j plus next e raised to minus 3s, e raised to minus 3s ന്റെ e raised to minus 3s വരും. next 3s ന്റെ minus 3 എന്ന് വരും അല്ലെ? that is k. ദാറ്റ് ഈസ് നമുക്ക് എന്ത് dr by ds കിട്ടി. ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് ഇനി ഇത് രണ്ടും ഇൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇൻഡ് ചെയ്താൽ മതി. അതിന്റെ തൊട്ട് മുന്നേ ആറിനെ വിത്ത് റെസ്പെക്ട് ടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസിന്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടിയുടെ ടേമിലേക്ക് മാറ്റി എഴുതണം. therefore ഇതെന്ത് എഴുതാം? -2 ഇൻറ്റു, കാണാൻ പറ്റുന്നില്ലേ? ഡിസ്കണക്ട് ആയിട്ടില്ലല്ലോ? ഇല്ല സർ, കാണുന്നുണ്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ വേറെ ഒരു ഇതിലും കൂടി ഓപ്പൺ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ അറിയാറില്ല. ഒരു ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് വെക്കാം. കാരണം ക്ലാസ് ഡിസ്കണക്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഞാൻ അറിയാറ്. അതുകൊണ്ട് 2 വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, that is minus 2s. ആ s ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള t raised to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എപ്പോഴും അങ്ങനെ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു t ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം r വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ t യുടെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ സാധാരണ s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് I നെക്സ്റ്റ് 2 ഇൻറ്റു cos 2 ഇൻറ്റു t raised to 4j നെക്സ്റ്റ് minus 3 ഇൻറ്റു e raised to minus 3 t raised to 4k. ഇതാണ് കംപ്ലീറ്റ് ആൻസർ dr by ds. സോറി, ഇതാണ് dr by ds. കംപ്ലീറ്റ് ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് dr by dt ഈക്വൽ ടു ദിസ് ടേം ഇൻറ്റു നെക്സ്റ്റ് dr ds divided by dt നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4t ക്യൂബ് അല്ലേ? therefore dr by dt ഈക്വൽ ടു -2 sin 2t raised to 4i plus 2 cos 2t raised to 4j next minus 3 e raised to minus 3t raised to 4k into 4t ക്യൂബ്. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ അകത്തോട്ട് ഗുണിച്ച് ഒറ്റ ടേം ആക്കി എഴുതാം, ഒറ്റ ijk കമ്പോണന്റ് ആക്കി എഴുതാം. ഓക്കെ, ഇനി അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് r of t equal to ti plus t cube j plus t square j t cube k. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് d by dt of r of t dot r dash of t cross r double dash of t. എന്ത് ചെയ്യണം? r of t തന്നിട്ടുണ്ട്, ഞാൻ പെട്ടെന്നൊന്ന് ചെയ്യാം. ദാറ്റ് ഈസ് r of t തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് given that r of t equal to ti plus t square j plus t cube k. നിങ്ങൾക്ക് അറിയാം, കുറെ പേർക്ക് അറിയാം, എന്നിരുന്നാലും ഒന്നും കൂടി പെട്ടെന്ന് പറയാണ്. ദാറ്റ് ഈസ് r dash of t. എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം, ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് i plus 2tj plus 3t square k. ഇനി r double dash of t again ഇതിന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് r double dash of t ഈക്വൽ ടു എന്താണ്? ഇതിന്റെ 0 വരും. ദാറ്റ് ഈസ് 0i plus ഇതിന്റെ 2j എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ 6tk എന്ന് വരും. ഇനി എന്താ വേണ്ടത്? ഫസ്റ്റ് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. ദാറ്റ് ഈസ് എങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം? r dash of t cross r double dash of t. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനന്റ് ഫസ്റ്റ് ടേം ഫസ്റ്റ് റോ ijk എന്ന് എഴുതും. രണ്ടാമത്തെ ഇതിൽ ഏതാണോ ഫസ്റ്റ് ടേം അതിന്റെ കോഫിഷ്യന്റ് നമ്മൾ നേരത്തെ എഴുതും. ദാറ്റ് ഈസ് 1 2t 3t സ്ക്വയർ. ഇനി രണ്ടാമത്തെ ടേം ഏതാണോ അതിന്റെ കോഫിഷ്യന്റും മൂന്നാമത്തെ റോയിൽ എഴുതും. ദാറ്റ് ഈസ് 0 2 നെക്സ്റ്റ് 60. Okay, that's equal to ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് ക്രോസ്. ദാറ്റ്സ് ഈക്വൽ ടു i ഇൻറ്റു നെക്സ്റ്റ് നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്യും. ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് 12t സ്ക്വയർ എന്ന് വരും. മൈനസ് നെക്സ്റ്റ് ഇത് നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് അതേപോലെ ഇതും. ദാറ്റ് ഈസ് 6t സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് j ഇൻറ്റു j നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6t എന്ന് വരും അല്ലെ? മൈനസ് 0 വരും. പ്ലസ് k ഇൻറ്റു k നിൽക്കുന്ന കോളം റോയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് 2k. therefore എന്താണ് ആൻസർ കിട്ടിയത്? ദാറ്റ് ഈസ് 6t സ്ക്വയർ i
മൈനസ് 6tj പ്ലസ് 2k. ഇതാണ് എന്ത് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇനി എന്താ വേണ്ടത്? ഇതിനായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഐയുടെ കമ്പണി തമ്മിൽ ഇൻറ്റു ചെയ്യും, ജെയുടെ കമ്പണി തമ്മിൽ ഇൻറ്റു ചെയ്യും, കെയുടെ കമ്പണി തമ്മിൽ ഇൻറ്റു ചെയ്യും. ദാറ്റ് ഈസ് ഈ ടേം എന്ത് വരും? ഞാൻ ഇവിടെ ഇൻറ്റു ചെയ്ത് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ടി ഇൻറ്റു 6t സ്ക്വയർ, ദാറ്റ് ഈസ് 6t ക്യൂബ്. നെക്സ്റ്റ് ടി സ്ക്വയർ ഇൻറ്റു 6t അല്ലെ, ഇവിടെ മൈനസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 6t ക്യൂബ് എന്ന് വരും അല്ലെ. ടി സ്ക്വയർ ഇൻറ്റു മൈനസ് 6t, ദാറ്റ് ഈസ് മൈനസ് 6t ക്യൂബ്. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 2t ക്യൂബ് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? 2t ക്യൂബ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആ ചോദിച്ചുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു d ബൈ dt ഓഫ് 2t ക്യൂബ്, ദാറ്റ്സ് ഈക്വൽ ടു 6t സ്ക്വയർ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Okay, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് r1 of t equal to cos ti plus sin tj plus tk. അതുപോലെ തന്നെ r2 of t equal to I plus t. എന്നാൽ I plus tk പറഞ്ഞു കഴിഞ്ഞാൽ that is I plus 0j plus tk അല്ലേ. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. that is first question, d by dt of r1 of t dot r2 of t. വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. യൂസിങ് ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ആ റൂള് പഠിച്ചിട്ടുണ്ട്. ആ റൂൾ ഉപയോഗിച്ച് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ എന്താ ഇത് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി r1 of t ഡിവൈഡ് ബൈ dt ഇൻറ്റു ഡോട്ട് r2 of t പ്ലസ് നെക്സ്റ്റ് r1 of t ഇൻറ്റു ഡി r2 of t ഡിവൈഡ് ബൈ dt. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. യൂസിങ് ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുക, ഇതിലെ ഓരോ ടേം കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, എന്നിട്ട് ഇതിനോട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണം. പ്ലസ് നെക്സ്റ്റ് ഇത് എടുത്തിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ യൂസിങ് ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞാണ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ഡി ബൈ ഡി ടി ഓഫ് r1 of t ഡോട്ട് r2 of t. എന്നിട്ട് r1 of t യും r2 of t യും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഇതിൽ ഏറ്റവും സിമ്പിൾ ഏതാണ്? ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ദാറ്റ് ഈസ് r1 of t നമുക്ക് തന്നിട്ടുണ്ട്. r1 of t ഈക്വൽ ടു cos ti പ്ലസ് sin tj പ്ലസ് tk ആണ്. r2 of t പറഞ്ഞു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് I plus 0j plus tk ആണ്. എന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് r1 of t ഡോട്ട് r2 of t ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് തമ്മിൽ ഇൻറ്റു ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് cos t. ijk എഴുതരുത്. എക്സാമിന് സാധാരണ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ തന്നെ ijk എഴുതും. എപ്പോഴും ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് cos t പ്ലസ് 0 വരും. 0 ഇൻറ്റു sin t ദാറ്റ് ഈസ് 0 വരും. t ഇൻറ്റു t അല്ലേ. ദാറ്റ് ഈസ് t ഇൻറ്റു t r2 of t t ഇൻറ്റു t ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് t സ്ക്വയർ വരും. എന്താ വേണ്ടത്? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ എന്ത് വരും? d ബൈ dt ഓഫ് r1 of t dot r2 of t this equal to minus sin t plus 2t. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ കിട്ടും. ഒരു വർക്കും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് d by dt ഓഫ് r1 of t ക്രോസ് r2 of t. എന്താ വേണ്ടത്? r1 of t കണ്ടുപിടിക്കണം, r2 of t എടുത്തിട്ട് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ചെയ്യണം, സാധാ പോലെ ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ യൂസിങ് ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് r1 of t ക്രോസ് r2 of t ഡിവൈഡ് ബൈ dt പ്ലസ് നെക്സ്റ്റ് d ബൈ dt ഓഫ് r1 of t ക്രോസ് r2 of t. അപ്പോൾ നിങ്ങൾ ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം, ആഡ് ചെയ്യണം. അതാ തമ്മിലുള്ള വ്യത്യാസം. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ ആൻസർ ചെയ്യുക. യൂസിങ് ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ഡിഫറൻഷിയേഷൻ റൂൾ പഠിച്ചിട്ടുണ്ട്. ആ ഡിഫറൻഷിയേഷൻ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് കണ്ടെത്താനാണ്. ഞാൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്യാലോ? ഞാൻ ചെയ്യണോ? ഓക്കെ സർ. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും സിമ്പിൾ ഭാഗത്തേക്ക് വെച്ച്, ഇതെല്ലാം സിമ്പിൾ ആയിരുന്നു, എന്നിരുന്നാലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി ചെയ്യുന്നത്. ടാൻജന്റ് വെക്റ്റർ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, r of t പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പാത്താണ്.
ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, വെക്ടർ വാല്യൂ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാത്ത് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ വെക്ടറാണ് ഇത്. ഇവിടെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിലുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് സ്ഥാനത്താണ് ആ പാർട്ടിക്കിൾ നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഇതാണെങ്കിൽ, നമുക്ക് ഇവിടെ നിന്ന് അതിന്ന് കൺട്രോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് പോവുക, ഈ ഡയറക്ഷൻ പോകും അല്ലെ. ഇവിടുന്ന് നമ്മൾ കൺട്രോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഡയറക്ഷൻ എന്താ തെറിക്കും അല്ലെ. ഇതാണ് ടാൻജന്റ്. നെക്സ്റ്റ് ഇവിടുന്ന് ഇത്, ദാറ്റ് ഈസ് ഇതിനെയാണ് ടാൻജന്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് ടാൻജന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏത് ഡയറക്ഷൻ ആ പോയിന്റിലാവുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഏതാണോ അതിനെയാണ് ടാൻജന്റ് വെക്ടർ എന്ന് പറയാം. അപ്പോൾ ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടിയുടെ ഗ്രാഫ് ഇതാണെങ്കിൽ ടാൻജന്റ് വെക്ടർ എന്തായിരിക്കും, ഇതായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഇതാണെങ്കിൽ ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആർ ഡാഷ് ഓഫ് ടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഏത് ഈ പോയിന്റിലെ ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ പോയിന്റ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിൽ എന്ത് ചെയ്യും, ആ ഡയറക്ഷൻ ആ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ഓഫ് ടി കിട്ടി തന്നു. ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടാൻജന്റ് വെക്ടർ ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ഇതാണെങ്കിൽ ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഇതിനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് വെക്ടർ. ഇത്രയും ഈ ജോമെട്രിയും അതുപോലെ തന്നെ ഇതിന്റെ തിയറി ഒക്കെ പറയാൻ കാരണം എക്സാമിന് ഒരു പക്ഷേ ടാൻജന്റ് വെക്ടർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ തിയറി പാർട്ടിൽ നിന്ന് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫൈൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കും. ഫൈൻഡ് ടാൻജന്റ് വെക്ടർ ഓഫ് ദി കർവ് ആർ ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കും. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് വെക്ടർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാലോ ഈ ടാൻജന്റ് വെക്ടറിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുക. എ എന്നുള്ള വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് യു ക്യാപ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട് അല്ലെ. ദാറ്റ് ഈസ് എ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ ആർ ഡാഷ് ഓഫ് ടി ആർ ഓഫ് ടി എന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കും. ഇതാണ് ടാൻജന്റ് വെക്ടർ. ഇതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് ലൈൻ ഉപയോഗിക്കുന്നത്? ഇതിന്റെ നമ്മൾ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഹയർ ഡയമെൻഷനിലൊക്കെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് പറയുന്നതിന് പകരം അവിടെ നോമി എന്നാണ് പറയാ. ദാറ്റ് ഈസ് NORM. രണ്ടും സെയിം ഡെഫിനിഷൻ ആണ്, സെയിം മീനിങ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് ഇതിനും ഡിഫൈൻ ചെയ്യാനുള്ളൂ. therefore നമുക്ക് എന്ത് ചെയ്യാം, ആർ ഓഫ് ടി നിങ്ങൾക്ക് ഇതാണെങ്കിൽ എന്താണ് നോം ആർ ഓഫ് ടി. നോം ആർ ഓഫ് ടി രണ്ട് ലൈന് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണാറുണ്ട്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ആർ ഓഫ് ടി എന്നാണ്. പക്ഷെ ഹയർ ഡയമെൻഷൻ ആയതുകൊണ്ട് നമ്മൾ പ്ലെയിനിലൊക്കെ ആണെങ്കിൽ എന്താ ലെങ്ത് ഇതാണല്ലേ ലെങ്ത്, അവിടെ നമ്മൾ മോഡ് എ എന്ന് എഴുതും. പക്ഷെ സ്പേസിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലെങ്ത്തിന് നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് നോമി എന്നാണ് പറയാം. ദാറ്റ് ഈസ് രണ്ട് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ ഹയർ ഡയമെൻഷൻ 3 ഡയമെൻഷനിലാണ് സ്പേസ് അല്ലെ, 4 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ 3 ലൈൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞതന്നെ ഉള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ നോം പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സാധാരണ നമ്മൾ എടുക്കുന്ന മാഗ്നിറ്റ്യൂഡ്. therefore ആർ ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി ആണെങ്കിൽ എന്താണ് നോം ആർ ഓഫ് ടി? ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, സാധാരണ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ചെയ്യാം, ഐയുടെ കമ്പണന്റ് ഏതാണോ അതിനൊന്ന് സ്ക്വയർ ചെയ്യും അല്ലെ, എക്സ് ഓഫ് ടി ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ജെയുടെ കമ്പണന്റ് ഏതാണോ അതിനെയും ഒന്ന് സ്ക്വയർ ചെയ്യും, ദാറ്റ് ഈസ് വൈ ഓഫ് ടി ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് കെയുടെ കമ്പണൻസ് ഏതാണോ അതിനെയും ഒന്ന് സ്ക്വയർ ചെയ്യും, ദാറ്റ് ഈസ് സെഡ് ഓഫ് ടി ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് ആർ ഡാഷ് ആർ ഓഫ് ടിയുടെ നോമായി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ചോദിക്കാറുണ്ട്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. ഓക്കെ, ഇനി വീണ്ടും പറയാണ് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഒരു പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എന്തെല്ലാം ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് വെലോസിറ്റി ഉണ്ടായിരിക്കും. വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ചിങ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഒരു മൂവിങ് പാർട്ടിക്കിൾ ആണെങ്കിൽ, ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന് വെലോസിറ്റി ഉണ്ടായിരിക്കും.
ഇനി വെലോസിറ്റി ആണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലെ, വെലോസിറ്റിയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ സ്പീഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആർ ഓഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് വെലോസിറ്റി, വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാലും ആർ ഡാഷ് ഓഫ് ടി ആണ്. കാരണം ഇതെന്താണ്, പൊസിഷൻ ആണ് അല്ലെ, ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ പൊസിഷൻ വെക്ടർ ആണ്. ആ പൊസിഷൻ വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പൊസിഷൻ, ദാറ്റ് ഈസ് അതാണ് വെലോസിറ്റി അല്ലെ, ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, അതാണ് വെലോസിറ്റി. നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, വി ഓഫ് ടി ഡിനോട്ട് ചെയ്യും. അപ്പോ ആർ ഡാഷ് ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ് വെക്ടർ, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടർ. അപ്പൊ ഇതെല്ലാം എന്താണ്, ആർ ഡാഷ് ഓഫ് ടി ആണ്. ഇനി വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് എന്ത്, ആക്സിലറേഷൻ, ദാറ്റ് ഈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഓഫ് ടി ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ എന്താ, ആർ ഡാഷിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. അപ്പൊ വെലോസിറ്റി വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി, ആക്സിലറേറ്റഡ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇനി ഒന്നും കൂടി സ്പീഡ്. എന്താണ് സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് സ്പീഡ്. ഒരു മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അതാണ് സ്പീഡ്. therefore നമുക്ക് എന്ത് എഴുതാം, നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ, എവിടെയെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പോവാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദാറ്റ് ഈസ് ഒരു 3 ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു പോയിന്റ് എ, ദാറ്റ് ഈസ് എ പറഞ്ഞു കഴിഞ്ഞാൽ A1 A2 A3, അതുപോലെ തന്നെ ഈ എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് എൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് ബി എന്ന വെക്ടറിനോട് ഇത് പാരലൽ ആണെങ്കിൽ, ഇത് അതിന്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എ എന്ന വെക്ടർ പൊസിഷൻ വെക്ടർ എ എന്നും ബി എന്ന വെക്ടർ ഇതാണെങ്കിൽ എല്ലിന്റെ വെക്ടർ ഇക്വേഷൻ, ഈ എൽ എന്ന ലൈനിന്റെ ഇക്വേഷൻ, പാരാമീറ്റർ ഇക്വേഷൻ അല്ലെങ്കിൽ വെക്ടർ ഇക്വേഷൻ എന്താണ്, ദാറ്റ്സ് ഈക്വൽ ടു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ആർ ഓഫ് ടി ഈക്വൽ ടു എ എന്ന വെക്ടർ, ദാറ്റ് ഈസ് എ എന്ന വെക്ടർ പ്ലസ് ടി ഇൻറ്റു ദ വെക്ടർ ബി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ആർ ഓഫ് ടി, ഇതാണ് ആർ ഓഫ് ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റിലൂടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കണം, ടാൻജന്റ് ലൈൻ വരയ്ക്കണം. ഈ ഒരു പോയിന്റിലൂടെ ടാൻജന്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, ഈ ലൈന് എന്തിനോട് പാരലാണ്, ഈ ലൈന് ഇതിന്റെ ടാൻജന്റ്, ഈ ടാൻജന്റ് ലൈൻ ആണ് അല്ലെ, ഇതിനെ ടാൻജന്റ് വെക്ടർ ആണ്. ഈ ടാൻജന്റ് വെക്ടറിന്റെ, ദാറ്റ് ഈസ് ഇതിനെ ഞാൻ ടാൻജന്റ് ലൈൻ എന്നും പറയാൻ പോവാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈന് എന്തിനോട് പാരലാണ്, ഇതിലെ ടാൻജന്റ് വെക്ടറിനോട് പാരല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആർ ഡാഷ് ഓഫ് ടി എന്ന് എടുക്കാം. ഇനി ഇത് ഏതാ പോയിന്റ്, ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ഓഫ് ടിയിലെ ടി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. ആ ടി നോട്ട് ഏതാണ് ആ പോയിന്റ്, ദാറ്റ് ഈസ് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കിട്ടും. therefore ഈ ലൈനിന്റെ ഈക്വേഷൻ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എന്താണ്, ആർ ഓഫ് ടി നോട്ട്. ഞാൻ ഈ ആർ ഓഫ് ടി എന്ന് എഴുതുന്നില്ല, കാരണം ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ, ദാറ്റ് ഈസ് ഈ ലൈനിന്റെ ഇക്വേഷൻ. എന്താ എഴുതാം, ആർ ഓഫ് ടി നോട്ട്, ദാറ്റ് ഈസ് എ എന്നുള്ള പോയിന്റ്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആർ ഓഫ് ടി നോട്ട് എന്ന് എഴുതാം, പ്ലസ് ടി ഇൻറ്റു ഈ ബി എന്ന വെക്ടറിന് പകരം നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്ത ആ വെക്ടറിനെ എടുക്കാം അല്ലെ, ടാൻജന്റ് വെക്ടറിനെ എടുക്കാം, ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി നോട്ട് എടുക്കാം. ഇതാണ് എന്ത്, ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇതെല്ലാം സെയിം ആണ്, ബുക്കിൽ പല രീതിയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എന്താണ്, സെയിം ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കണം. കാരണം പെൻഡിങ് റിവിഷൻ ചെയ്യാൻ നമുക്ക് ഇതന്നെ റിവിഷൻ പഠിച്ചു പോവുക. എന്തായാലും റിവിഷൻ ഞാൻ നടത്തും. ഞങ്ങൾക്ക് ലൈവായിട്ട് എടുക്കുന്നതിന്റെ റിവിഷൻ എന്തായാലും ഞാൻ നടത്തിയിരിക്കും. അതിനുള്ള ടൈം ഞാൻ എന്തായാലും കണ്ടെത്തും. ഓക്കെ, എടുക്കുന്നത് നിങ്ങൾ മാക്സിമം പഠിച്ചു പോവുക. നെക്സ്റ്റ് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഫൈൻഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് r of t equal to t square plus 1i plus a raised to minus tj minus sin 2tk. Direct question. r of t തന്നിട്ട് find derivative, that is r dash of t അല്ലേ, ഡെറിവേറ്റീവ് പറഞ്ഞാൽ r dash of t, t square plus 1i, t square plus 1 ന്റെ ഡെറിവേറ്റീവ്, that is 2t plus 0 അല്ലേ, that is 2ti, e raised to minus t യുടെ ഡെറിവേറ്റീവ് minus e raised to tj, next sin 2t യുടെ cos 2t into 2
നെക്സ്റ്റ് ഈ മൈനസിനെ അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഇതാണ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ടി സ്ക്വയർ പ്ലസ് 1i പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ജെ മൈനസ് സൈൻ 2tk. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ഞാൻ എഴുതാം. ഫൈൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി ആൻഡ് യൂണിറ്റ് വെക്റ്റർ tangent vector at the point on the curve corresponding t equal to 0. R of t നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ദാറ്റ് ഈസ് ആർ ഓഫ് ടി ആണ് ഇത്. ദാറ്റ് ഈസ് ടി ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടി ഈക്വൽ ടു 0 പോയിന്റ് ഓഫ് ടാൻജൻസി കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് ടാൻജൻസി എന്താ? ടി ഈക്വൽ ടു 0 നമ്മൾ ടാൻജന്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഏതാ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ആർ ഓഫ് ടിയിലെ എക്സ് വൈ ഇസഡ് ഈ പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ടി ഈക്വൽ ടു 0 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു നമ്മൾ ഇതിന്ന് ആ പോയിന്റ് ഏതാണ്? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലേ? വൈ ഈക്വൽ ടു ഇ പവർ മൈനസ് ടി ആണ്. സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 2t ആണ്. അപ്പൊ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഏതാണ് പോയിന്റ്? ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ദാറ്റ് ഈസ് എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 1 വരും. വൈ എന്ത് വരും? വൈ ഈക്വൽ ടു ഇ പവർ 0 ദാറ്റ് ഈസ് അഗൈൻ 1 വരും. സൈൻ 0 ദാറ്റ് ഈസ് സൈൻ ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. therefore ഏത് പോയിന്റ് ആണ്? ടി ഈക്വൽ ടു 0 ൽ നമ്മൾ ടാൻജൻസി വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻസിയുള്ള പോയിന്റ് ഏതാണ്? 1 1 0. ഇതാണ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ടഫില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് ദി ടൈം ടി ഈക്വൽ ടു 0. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ? എന്നിട്ട് നോം ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore ആർ ഡാഷ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കാം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2t. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി ചോദിച്ചുള്ളത്. ദാറ്റ് ഈസ് 2ti പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ദാറ്റ് ഈസ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി ജെ പ്ലസ് നെക്സ്റ്റ് മൈനസ് 2 ഇൻറ്റു കോസ് 2t അല്ലേ? ദാറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് 0 എന്ന് വരും. ദാറ്റ് ഈസ് 0i മൈനസ് ജെ പ്ലസ് 2 മൈനസ് 2k എന്ന് വരും അല്ലേ? കോസ് 0 ദാറ്റ് ഈസ് 1. ആർ ഡാഷ് ഓഫ് 0 നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് ടി ഈക്വൽ ടു 0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. therefore എങ്ങനെ കണ്ടുപിടിക്കും? ആർ ഡാഷ് ഓഫ് 0 ഡിവൈഡ് ബൈ നോം ആർ ഡാഷ് ഓഫ് 0 ദാറ്റ്സ് ഈക്വൽ ടു ഇത് വരും. ആർ ഡാഷ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ 0i മൈനസ് ജെ പ്ലസ് 2k. ഇതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ഇത് വരും. ദാറ്റ് ഈസ് 0i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡ് ബൈ റൂട്ട് 5 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് 0/5 ദാറ്റ് ഈസ് 0i മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 5 ജെ നെക്സ്റ്റ് പ്ലസ് 2 ഡിവൈഡ് ബൈ റൂട്ട് 5k. ഇതാണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മൈനസ് ആണ് അല്ലേ? ഇവിടെ മൈനസ് ആണ്, എനിക്ക് തെറ്റിയതാ. ഇവിടെ മൈനസ് ആണ്. ദാറ്റ് ഈസ് ആർ ഡാഷ് ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈൻ ഫൈൻഡ് parametric equation for the line that is tangent to the curve r of t equal to sin ti plus t square minus cos tj plus e raised to tk at t equal to 0. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെക്റ്റർ ഇക്വേഷൻ ആണോ അതോ പാരാമെട്രിക് ഇക്വേഷൻ ആണോ ചെക്ക് ചെയ്യണം. തന്നിട്ടുള്ളത് എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ ആണ്. പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദി ലൈൻ. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ? നിങ്ങൾക്ക് ആർ ഓഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ടി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടെത്തണം. പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞാൽ എന്താ? അതിലെ എക്സ്, ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? എക്സ് ഓഫ് ടി ഐ പ്ലസ്
y of t j plus z of t k ഇതായിരിക്കും. അതിലെ x equal to y equal to z equal to ഇങ്ങനെ എടുത്തെഴുതണം. that is x equal to y equal to z is equal to ഇങ്ങനെ എടുത്തെഴുതണം. അപ്പൊ നമുക്കറിയാം ഇത് തൊട്ടുമുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വെക്റ്റർ തന്നു, that is ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ ഒരു t ഈക്വൽ ടു എന്നുള്ള ഒരു പോയിന്റ് തന്നു. അതാണ് ഇവിടെ തന്നുള്ളത്, t ഈക്വൽ ടു t നോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? that is ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ. നിങ്ങൾക്ക് ഞാൻ പറയേണ്ട മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയണം ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ. that is this equal to എങ്ങനെ എഴുതും? that is r of t നോട്ട് plus t into r dash of t നോട്ട്. that is r of t നോട്ട് എന്നാൽ എന്താ? തന്നിട്ടുള്ള ഇക്വേഷനിൽ t നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? that is r of t നോട്ട് എന്താ? r of t നോട്ട് equal to r of 0. t നോട്ട് പറഞ്ഞാൽ 0 ആണ്. that is sin 0, that is 0 i. നെക്സ്റ്റ് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? that is 0 minus 1 അല്ലേ? that is minus j എന്ന് വരും. e raised to 0, that is plus 1, that is k എന്ന് വരും. that is r of 0 നമുക്ക് എന്ത് എഴുതാം? 0 i minus j plus k എന്ന് എഴുതാം. പ്ലസ് നെക്സ്റ്റ് t ഇൻറ്റു അടുത്തത് t ഇൻറ്റു r dash of t നോട്ട്. എന്താണ് r dash? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കാണ്. that is r dash equal to r dash of t നോട്ട്. r dash of t equal to എന്ത് വരും? sin t യുടെ cos ti നെക്സ്റ്റ് പ്ലസ് 2t minus sin tj നെക്സ്റ്റ് പ്ലസ് e raised to tk. നമുക്ക് എന്താ വേണ്ടത്? r dash of t നോട്ടാ അല്ലേ? that is r dash of t നോട്ട് വരും. that is r dash of 0, that is i. so i അല്ലേ? cos 0, that is 1 i. നെക്സ്റ്റ് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 വരും. that is 0j. ഇവിടെ നിന്ന് വരും അഗൈൻ k വരും. നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is i പ്ലസ് 0j പ്ലസ് k എന്ന് വരും അല്ലേ? ഇത് കംപ്ലീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ that equal to 0i minus j plus k plus next ti plus 0jt next plus kt അല്ലേ? ഒന്ന് ചെയ്താൽ ഇവിടെ 0i plus ti, therefore നമുക്ക് എന്ത് ചെയ്യാം? ti എന്ന് എഴുതാം. ഇവിടെ മൈനസ് ജെ ഉണ്ട്, ഇവിടെ 0j plus t അല്ലേ? that is equal to minus j എന്ന് എഴുതാം അല്ലേ? മൈനസ് j എന്ന് എഴുതാം. നെക്സ്റ്റ് ഇവിടെ 1 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും tk അല്ലേ? kt, that is equal to നമുക്ക് എന്ത് ചെയ്യാം? that is t പുറത്ത് k പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 plus t എന്ന് എഴുതാം. എന്താ ചെയ്ത്? ഇതിൽ നിന്ന് i യുടെ കമ്പോണന്റ് ഒന്നിച്ചെഴുതി, j യുടെ കമ്പോണന്റ് ഒന്നിച്ചെഴുതി, k യുടെ കമ്പോണന്റ്സ് ഒന്നിച്ചെഴുതി. അപ്പൊ ഇതാണ് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ. അപ്പൊ അതിലെ x എന്താണ്? x ഈക്വൽ ടു t. y എന്താണ്? y ഈക്വൽ ടു -1. z എന്താണ്? 1 plus t. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് എഴുതി വെക്കരുത്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ ആയില്ല. ചോദിച്ചുള്ളത് പാരാമെട്രിക് ഇക്വേഷനാണ്. വെക്റ്റർ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിർത്തായിരുന്നു. പക്ഷെ പാരാമെട്രിക് ഇക്വേഷൻ ചോദിച്ചുകൊണ്ട് അതിലെ എക്സ് എന്താ, ദാറ്റ് ഈസ് ഐയുടെ കൂടെയുള്ള ടേം എന്താ, ജെയുടെ കൂടെയുള്ള ടേം എന്താ, സെഡിന്റെ കൂടെയുള്ള ടേം എന്താ, അതാണ് എന്ത്? സെഡില്ല കെയുടെ കൂടെയുള്ള ടേം ഏതാ, അതാണ് എന്ത്? പാരാമെട്രിക് ഇക്വേഷൻ. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? അതുല്യ, ജിഷാന? ക്ലിയർ ആണ് സർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, പാരാമെട്രിക് ഇക്വേഷൻ ആണ് ചോദിച്ചുള്ളത്. ഓക്കെ, ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് to the ellipse x square divided by 4 plus y square divided by 1 equal to 1 at the point √2, 1 divided by √2, 0. ഇവിടെ രണ്ടും തന്നിട്ടില്ല അല്ലേ? നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? r of t തരണം, അതുപോലെ തന്നെ t എന്താ? t ഈക്വൽ ടു t നോട്ട്, ഇത് രണ്ടും തരണം. പക്ഷെ ഇത് രണ്ടും ഇതിൽ തന്നിട്ടില്ല.
പക്ഷെ നമുക്കറിയാം ഇവിടെ എലിപ്സ് തന്നിട്ടുണ്ട്, ആ എലിപ്സ് ആണ് കർവ് അല്ലെ. ദാറ്റ് ഈസ് ഈ എലിപ്സിനാണ് ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ എലിപ്സ് ആണ് കർവ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എലിപ്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. എന്താണ് എലിപ്സ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് എലിപ്സ് ആണെങ്കിൽ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു ബി സൈൻ ടി. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താ? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ പാരാമെട്രിക് ഇക്വേഷൻ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? എ ഈക്വൽ ടു 2 സ്ക്വയർ എന്നാണ് ഇവിടെ 1 സ്ക്വയർ എന്നാണ്. therefore a equal to 2 വരും, that is 2 cos ti plus b equal to എന്ത് വരും? 1 വരും, that is sin tj വരും. അപ്പൊ കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി. ഇനി t എന്താ എന്നുള്ളതാണ്. that is എങ്ങനെ t കണ്ടുപിടിക്കും? that is t equal to ഏതോ ഒരു ടൈമില് പോയിന്റ് എന്താണ്? t equal to ഏതോ ഒരു ടൈം ആവുമ്പോൾ √2 വരുന്നുണ്ട്, 1/√2 വരുന്നുണ്ട്, 0 വരുന്നുണ്ട് അല്ലേ? that is ഇവിടെ 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0k എന്നും കൂടി എഴുതാം അല്ലെ? ആർ ഓഫ് ടിയില് 0k എന്നും കൂടി എഴുതാം. കാരണം 3 ഡയമെൻഷൻ ആണ്. എങ്ങനെ 3 ഡയമെൻഷൻ മനസ്സിലായത്? ഇവിടെ 3 പോയിന്റ് തന്നിട്ടുണ്ട്. പ്ലെയിൻ ആണെങ്കിൽ ഈ 2 പോയിന്റ് മാത്രമേ തരുള്ളൂ. പക്ഷെ ഇവിടെ 3 പോയിന്റ് തന്നുകൊണ്ട് തന്നിട്ടുള്ള എലിപ്സ് എവിടെയാണ്? 3 ഡയമെൻഷനിൽ കിടക്കുന്നത്. therefore നമുക്ക് എന്ത് ചെയ്യാം? ഐ ഉണ്ട് ഇവിടെ, ജെ ഉണ്ട് ഇവിടെ, മൂന്നാമത്തെ നമുക്ക് എന്തായാലും ഇല്ല അല്ലെ? മൂന്നാമത്തെ കോർഡിനേറ്റ് ദാറ്റ് ഈസ് k എന്ന് എഴുതാം, 0k എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കിട്ടി. അപ്പോൾ ആർ ഓഫ് ടി കിട്ടി. നമുക്ക് 2 കാര്യങ്ങൾ കിട്ടണം. ആർ ഓഫ് ടി കിട്ടി, ടി നോട്ട് അറിയില്ല. പക്ഷെ ടി ഈക്വൽ ടു ഏതോ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ കോസ് ടി എന്തായി? ഇതാണ് എക്സ് അല്ലെ? ഇതാണ് എക്സ്, ഇതാണ് എന്ത്? വൈ, ഇതാണ് സെഡ്. ഏതോ ഒരു ടൈം ആവുമ്പോൾ എക്സ് എന്തായി? √2 ആയി. നെക്സ്റ്റ് വൈ എന്തായി? 1/√2 ആയി. സെഡ് എന്തായി? 0 ആയി. ദാറ്റ് ഈസ് ഏതോ ഒരു ടൈം ആവുമ്പോൾ ആ പോയിന്റ് നമ്മുടെ കർവ് എവിടെ നിൽക്കുന്നത്? ഈ ഒരു പോയിന്റിലാണ്. ആ പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുന്നത്. therefore നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് 2 cos t ഈക്വൽ ടു ടി അല്ലേ നമുക്ക് വേണ്ടത്? ദാറ്റ് ഈസ് 2 cos t ഈക്വൽ ടു എന്താണ്? ഇതാണ് എക്സ് അല്ലേ? 2 cos t ഈക്വൽ ടു √2 കിട്ടി. therefore cos t ഈക്വൽ ടു എന്താണ്? √2 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ √2. that is t എന്ത് വരും? t equal to cos inverse 1 divided by √2 എന്നാണ്. cos inverse 1 divided by √2 that equal to pi by എന്താണ്? pi by 4 അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാം. ഏതോ ഒരു ടൈം ആവുമ്പോൾ sin t എന്താണ്? sin t 1 divided by √2 ആയി. that is sin t equal to 1 divided by √2. that is t equal to sin inverse 1/√2. ഇതും എന്താണ്? pi by 4 ആണ്. എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? കാരണം എന്താ? ഒരു ടൈമിലാവുമ്പോൾ ഇതെല്ലാം ഈ പോയിന്റിലെത്തി. therefore t എന്താണ്? t equal to 0 എന്ന് കിട്ടി. അപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ആർ ഓഫ് ടിയും തന്നിട്ടുണ്ടായില്ല, അതുപോലത്തെ ടൈമും തന്നിട്ടുണ്ടായില്ല. പക്ഷെ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ദാറ്റ് ഈസ് t equal to pi by 4. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? therefore ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ is equal to r of t naught plus t into r dash of t naught. that is this equal to എന്താണ്? r of t naught that is ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമ്മൾ t equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? that's equal to t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും നേരെ ഇതെടുത്ത് എഴുതിയാലും മതി. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കിട്ടുക അല്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കിട്ടുക. therefore നമുക്ക് എന്ത് ചെയ്യാം? 2 into √2 2 into cos pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് നമ്മുടെ 2 into cos 2t ആണ് ഇത് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് ഇതിവിടെ എടുത്ത് എഴുതാം, കംപ്ലീറ്റ് ഇത് ഡയറക്റ്റ് ഈ ഒരു പോയിന്റ് ഇവിടെ എടുത്ത് എഴുതാം അല്ലെ? ആർ ഓഫ് ടി നോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടി എന്താ കിട്ടിയത് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് അതാണ് ആർ ഓഫ് ടി നോട്ട്. ദാറ്റ് ഈസ് 2 into cos pi by 4 that is 1 divided by √2 I plus sin 1 divided by √2 that is √2 j. next ഇവിടെ 0k plus I into t into next r dash of t എന്താണ്? r dash of t ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ that's equal to ഞാൻ ഇവിടെ എഴുതാം r dash of t equal to -2 sin ti plus cos tj plus 0k. വീണ്ടും ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അല്ലേ? എന്ത് വരും? ദാറ്റ് ഈസ് -2 ഡിവൈഡ് ബൈ √2 I, നെക്സ്റ്റ് 1 ഡിവൈഡ് ബൈ √2 j, നെക്സ്റ്റ് 0 k അല്ലേ? ഇനി ഇതിനെ ഒരു സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? √2 I പ്ലസ് 1 ഡിവൈഡ് ബൈ √2 j പ്ലസ് 0 k, നെക്സ്റ്റ് ഇവിടെയും ക്യാൻസൽ ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് പ്ലസ് t ഇൻറ്റു നെക്സ്റ്റ് മൈനസ് √2 I പ്ലസ് 1 ബൈ √2 j പ്ലസ് 0 k ദാറ്റ് ഈക്വൽ ടു, ഇനി ടിയുടെ ടേം നമുക്ക് ഒന്നിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? √2, ഇവിടെ √2 ഉണ്ട്. therefore നമുക്ക് എങ്ങനെ എഴുതാം? √2 നെക്സ്റ്റ് പുറത്തേക്ക് എടുക്കാം അല്ലേ? ദാറ്റ് ഈസ് 1 മൈനസ് ടി ഐ എന്ന് എഴുതാം. √2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ √2 നെക്സ്റ്റ് ഇത് ടി ഉണ്ട്, 1 മൈനസ് ടി ഐ എന്ന് എഴുതാം. നെക്സ്റ്റ് പ്ലസ് അടുത്ത ടേം ഇവിടെ 1 ബൈ √2, ഇവിടെ 1 ബൈ √2 ടി പുറത്തുണ്ടായിരിക്കും. ദാറ്റ് ഈസ് 1 ബൈ √2 പുറത്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ടി ഇൻറ്റു ജെ. ഇനി അടുത്ത ടേം 0 അല്ലേ? 0 k വരും. therefore ഇതാണ് എന്ത്? ടാൻജന്റ് ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ ആണ്. therefore x equal to √2 into 1 minus t, y equal to 1 divided by √2 into 1 plus t, next z is equal to 0. ടെക്സ്റ്റ് ബുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തേ. ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ് ആൻസർ? ടെക്സ്റ്റ് ബുക്ക് ആരുടെയെങ്കിലും ഉണ്ടോ? അതുല്യ, നിഷാന? സെയിം ആണോ? ഓക്കെ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല സർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ 3 സ്റ്റാർ എടുക്കാൻ പോവാം. ദാറ്റ് ഈസ് ഇഫ് r of t is a ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ വീണ്ടും പറയണു, വെരി വെരി ഇമ്പോർട്ടന്റ്, ഒരിക്കലും വിട്ടു പോകരുത്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. രണ്ട് രീതിയിൽ, രണ്ട് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മൾ ഇന്ന് വെക്കും, നാളെ നമുക്ക് ഇതിന്റെ ബാക്കി എടുക്കാം. ഓക്കെ, അത് നാളെ അത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് രണ്ട് രീതിയിലും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് r of t is a differentiable vector function in 2 space or 3 space and is of constant length for all t, then prove that r of t dot r dash of t equal to 0. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ r of t നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. എന്താ ലെങ്ത്? ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഇതാണ് ലെങ്ത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വെക്റ്ററിന്റെ ലെങ്ത് ആണ്. എന്താണ് യൂണിറ്റ് വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാലോ? ആ വെക്റ്ററിന്റെ ലെങ്ത് 1 ആയിട്ടുള്ള വെക്റ്റർ, അതാണ് യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് കോൺസ്റ്റന്റ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് സി. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞ സി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂള്ള ഫംഗ്ഷൻ അത് 2 സ്പേസിലോ 3 സ്പേസിലോ ആയിക്കോട്ടെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ r of t, ആ വെക്റ്ററിനെ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ r of t ഡോട്ട് r dash of t അത് ഈക്വൽ ടു 0 ആയിരിക്കും. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? r of t കോൺസ്റ്റന്റ് ലെങ്ത് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2 സ്പേസിലോ 3 സ്പേസിലോ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ജനറലി എന്ത് ചെയ്യാം? 3 സ്പേസിലുള്ള ഒരു വെക്റ്റർ ആണ് എന്ന് അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് r of t ഈക്വൽ ടു x of t I പ്ലസ് y of t j പ്ലസ് z of t k എന്നെടുത്തു. ഓക്കെ, ഇനി എന്താണ് r dash of, ഇനി ഞാൻ എടുക്കുന്നത് എന്താണ് r dash of t? വീണ്ടും ഇതന്നെ എടുത്തു. ദാറ്റ് ഈസ് x of t I പ്ലസ് y of t j പ്ലസ് z of t k. വീണ്ടും സെയിം വെക്റ്റർ തന്നെ എടുത്തു. ഞാൻ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. r of t ഡോട്ട് r of t എങ്ങനെ ചെയ്യും? ഇതിന്റെ കമ്പോണന്റ് ഇൻറ്റു ചെയ്യും അല്ലേ? ഇതിന്റെ കമ്പോണന്റ് ചെയ്യും. അപ്പൊ r of t ഡോട്ട് r of t പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് x of t സ്ക്വയർ പ്ലസ് y of t സ്ക്വയർ പ്ലസ് z of t സ്ക്വയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ചെയ്യണത് നോം r dash of t കൂടി കണ്ടുപിടിച്ചു. നോം r dash of t, ദാറ്റ് ഈസ് നോം r dash of t എന്നാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ്, വീണ്ടും ഇതന്നെ വരും അല്ലേ? x of t സ്ക്വയർ പ്ലസ് y of t സ്ക്വയർ പ്ലസ് z of t സ്ക്വയർ. ഇതാണ് നോം. ഇതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ ഇവിടെയും സ്ക്വയർ ചെയ്യേണ്ടി വരും. ഒന്നും കൂടി പറയാം, ജനറലി ഞാൻ r of t എടുത്തു.
ആ ആർ ഓഫ് ടീനെ അതുകൊണ്ട് തന്നെ എന്ത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. അപ്പൊ എന്താ കിട്ടിയുള്ളത്? ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ. ഓക്കെ, therefore ഞാൻ ഇതാണ് നമ്മളെ കയ്യിലുള്ള ആകെ ഡാറ്റ ഇതേ ഉള്ളൂ. ഞാൻ ആർ ഓഫ് ടിയുടെ നോം എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എന്താ റൂട്ട് കിട്ടി. അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ തൊട്ട് മുന്നത്തെ ടേമിന് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ നോം ആർ ഓഫ് ടിയുടെ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി ആണ് അല്ലേ? അപ്പൊ പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് നോം ആർ ഓഫ് ടി എന്താണ്? ഒരു കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും സ്ക്വയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇതിന്റെ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ നോം ആർ ഓഫ് ടിയുടെ സ്ക്വയർ പറഞ്ഞ കോൺസ്റ്റന്റാ. അതിന്റെ മീനിങ് എന്താണ്? നോം ആർ ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ സ്ക്വയർ പറഞ്ഞ ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി അല്ലേ? ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? റിഫ ഓക്കെ, നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാന്. അപ്പൊ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി കോൺസ്റ്റന്റ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചുകൊണ്ട് ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ഇനിയൊന്നും ചെയ്യാല്ല, രണ്ട് സൈഡ് ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്ക്. ദാറ്റ് ഈസ് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി അല്ലെ? ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് 0 കിട്ടും. എന്നാൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഇൻറ്റു പറഞ്ഞാൽ ഡോട്ട് അല്ലെ? ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡിഫറൻഷ്യൽ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. That is r of t dot d by dt of r of t plus again that is d by dt of r of t dot r of t അല്ലേ? That is first function into ഇതിന്റെ into അല്ല ഡോട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ into that is ഒന്നാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കറിയാം a ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാലും b ഡോട്ട് a ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണ്, കാരണം കോൺസ്റ്റന്റ് ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇതിന്റെ പകരം നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് r of t dot r dash of t plus r dash of t dot r of t. That is ഇത് രണ്ട് തിരിച്ച് എഴുതി കഴിഞ്ഞാലും സെയിം ആണ്, കാരണം a dot b equal to b dot a ആണ്. Therefore r of t dot r dash of t ഇതിനെ നമുക്ക് വീണ്ടും തിരിച്ച് എഴുതാം. That is plus r of t dot r dash of t. That's equal to 0. That is 2 times അല്ലേ? സെയിം ടേം. That is 2 times. നമുക്ക് എന്ത് ചെയ്യാം? 2 times r of t dot r dash of t equal to 0 ഇതാ. ഈ 2 നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? r of t dot r dash of t equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. r of t dot r dash of t ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി പെട്ടെന്ന് പറയാം, നിർത്തുകയാണ്, ഇതോടുകൂടി നിർത്തുകയാണ്. r of t നിങ്ങൾക്ക് തന്നു, അതിന്റെ കോൺസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് r of t dot r dash of t equal to 0. അപ്പോൾ 3 സ്പേസോ 2 സ്പേസോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നത് എന്താണ്? r of t equal to അതിന്റെ ജനറൽ ടേം എടുത്തു, അതിനെ അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്. therefore മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ റൂട്ട് എക്സ് ഓഫ് ടി സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി സ്ക്വയർ പ്ലസ് സെഡ് ഓഫ് ടി സ്ക്വയർ വന്നു. ഈ രണ്ട് സൈഡിൽ നിന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ കിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു ഡാറ്റയിൽ പിടിച്ചു. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇതിന്റെ സ്ക്വയർ ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതും കോൺസ്റ്റന്റ് ആയിരിക്കും. therefore r of t dot r of t കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ട് സൈഡും ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ വെച്ച് നിർത്താണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു 2 ക്ലാസ്സും കൂടിയും എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. മാക്സിമം നിങ്ങൾ പഠിക്കുക. ഇന്നെടുത്തത് ഇന്ന് തന്നെ പഠിക്കുക. മറ്റേത് എന്തായാലും ആ രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ആ രീതിയിൽ ഫോളോ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ടൈം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും കഴിയില്ല. ഒരു ദിവസം 2 3 വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഗതികേടായിരിക്കും. അപ്പോൾ കോംപ്ലക്സും ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാരണം കോംപ്ലക്സ് വേറെ പാട്ടാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതാണ് വെക്റ്റർ പാരാമെട്രിക് ഇക്വേഷൻ. അത് ആൾറെഡി നമ്മൾ കവർ ചെയ്തു. അത് ലാസ്റ്റ് ചാപ്റ്ററിലാണ് അത് വരുന്നത്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ മാത്രമാണ് അത് വരുന്നത്. അത് ആൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ദിവസം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്തമെറ്റിക്സിൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സാമിന് ഇതിന്റെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% വരില്ല. 100% ഉറപ്പ് വരികയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു ന്യൂസ് പ്രിന്റ് 1 കിലോനോ 2 കിലോനോ വാങ്ങിയിട്ട് എഴുതി അങ്ങ് പഠിക്കുക. അത് അത്രേ ഉള്ളൂ. എന്താ വഴി? വേറെ വഴിയില്ല. മാത്സ് പഠിക്കാൻ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കുക. അത് ഞാൻ എക്സാം കഴിയുന്നവരെ ഞാൻ അതിന് റെഡി ആയിട്ടിരിക്കാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ചാനലിലും അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.